നെന്മാറ സെന്റർ ഫോർ ലൈഫ് സ്കിൽസ് ലേണിംഗിന്റെയും NSS കോളേജ് ചരിത്ര വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ചരിത്ര വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രാദേശിക ചരിത്രവും യുവാക്കളുടെ പങ്കാളിത്തവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CC സുനിൽ നിർവഹിച്ചു. അവിടെ നെന്മാറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട അശോകരുടെ ചെറിയ സൂചിപ്പിച്ചു. രാജാക്കന്മാരുടെ ഭരണകാലം തൊട്ടുള്ള ചരിത്രം നെന്മാറയ്ക്കുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയുന്ന ചരിത്രം നമ്മുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നെന്മാറ, വല്ലങ്ങി വേല തന്നെയാണ്. കേരളത്തിലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വേല മഹോത്സവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നെന്മാറ വല്ലങ്ങി വേല. നമ്മുടെ കണക്ക് പ്രകാരം വേലയെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് മാത്രമാണ്. വേലയൊരു നമ്മുടെ ഈ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതുപോലെ ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നെന്മാറയിലുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വലതുവശത്തുള്ള പഴയ DF ഓഫീസാണ്. ഫോറസ്റ്റ് ഓഫീസ് അതായിരുന്നു രാജാക്കന്മാരുടെ കാലത്തുണ്ടായത്. 100 വർഷത്തിൻ്റെ പാരമ്പര്യം അതിനുണ്ടാകും. അതുപോലെയാണ് മുമ്പ് അശോകൻ സൂചിപ്പിച്ച നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ പഴയ കെട്ടിടം. 100 വർഷത്തിലധികം പാരമ്പര്യമുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇപ്പോൾ ഏകദേശം തകർന്നു വീഴാറ്, ആരും അത് നോക്കുന്നില്ല. നെന്മാറ ബോയ്സ് സ്കൂളിലെ ക്ലാസ് റൂമുകൾ പക്ഷെ ഇപ്പോൾ പുതിയ ടെക്നോളജിയും പുതിയ സംവിധാനങ്ങളുമായപ്പോൾ പലർക്കും ആ പഴയ ഒറ്റ ക്ലാസ് റൂമിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ക്ലാസ് റൂമുകളുടെ സ്ഥാനത്ത് വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഇപ്പോൾ കടന്നു വന്നു. പക്ഷേ ആ ഒറ്റ ക്ലാസ് റൂമുകൾ അതിൻ്റെ പ്രത്യേകത ഇതിനകത്തിരുന്ന് പഠിച്ചവർക്ക് അറിയാം. സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗ് ഡയറക്ടർ അശോക് നെന്മാറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീപ്രിയ, അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ്, മോഹനൻ, ഡോക്ടർ അഭിലാഷ് നാഥ്, അനസ്, അക്ഷര രവീന്ദ്രൻ, ശ്രീരാഗ് എന്നിവർ സംസാരിച്ചു. നെന്മാറയുടെ പ്രാദേശിക ചരിത്രവും സാംസ്കാരിക പശ്ചാത്തലവും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും ചരിത്ര പഠനത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. 50 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ശില്പശാലയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് നെന്മാറയുടെ വിവിധ പ്രദേശങ്ങളിലെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള കേന്ദ്രങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. പ്രാദേശിക ചരിത്ര സംരക്ഷണത്തിലും പഠനത്തിലും യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ശ്രദ്ധേയമായ ഒരു സംരംഭമായാണ് ശില്പശാല വിലയിരുത്തപ്പെടുന്നത്. UTV ന്യൂസ്, പാലക്കാട്.